لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إذ قال له ربه أسلم قال أسلمت لرب العالمين. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, ദയാലുവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദയാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ദുൽഹിജ്ജ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്നതുപോലെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾക്ക് ഇസ്ലാം വളരെയധികം പ്രാധാന്യമാണ് നൽകുന്നത്. ഈ മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹജ്ജും കഅബയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ എന്ന ധീരനായ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ധൈര്യശാലികളായ കുടുംബവും നമ്മുടെ ഓർമ്മകളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഒരു ഉൾപ്പുളകമായി കടന്നു വരുന്ന മാസത്തിലാണ് ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ശരിക്ക് കഅബയും ഹജ്ജും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമൊക്കെ ശരിക്കും എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അത് ശരിക്കും പഠിപ്പിക്കുന്നത് ഇന്ന് നമുക്ക് എന്തെല്ലാമാണോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പുതിയ കാലഘട്ടത്ത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്തെല്ലാമാണോ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അത് മുഴുവൻ ആ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലെങ്കിൽ ആ പ്രവാചകനിലൂടെ നമുക്കത് കാണിച്ചു തരികയാണ് ശരിക്കും ആ ചരിത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ A to Z മേഖലകളിൽ ഇന്ന് എന്തെല്ലാമാണോ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. ഒരു സത്യവിശ്വാസി എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക്, അതല്ലെങ്കിൽ ഒരു ഇണ എന്ന നിലക്ക്, ഒരു പിതാവ് എന്ന നിലക്ക്, ഒരു മകൻ എന്ന നിലക്ക്, ഒരു ഭർത്താവ് എന്ന നിലക്ക്, ഇതിൽ നിന്ന് എല്ലാം നമുക്ക് ഇന്ന് എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം ആ പ്രവാചകൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു വചനമുണ്ട്. 2 പേരുകളിലൂടെയാണ് അദ്ദേഹത്തെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാം നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ. ഒന്ന് ഖലീലുള്ള എന്ന പേരിലാണ്. അതിവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാവും ആ വിഷയം. അള്ളാഹുവിൻ്റെ ചങ്ങാതി എന്നായിരുന്നു അദ്ദേഹത്തെ അള്ളാഹു വിശേഷിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ,
അത് അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ ഒരു ആയുസ്സിൻ്റെ സർട്ടിഫിക്കറ്റായിട്ട് അള്ളാഹു നിശ്ചയിച്ച പേരാണത്. അതുപോലെ തന്നെ ഒരു ആയുസ്സിൻ്റെ വിശേഷണമായിരുന്നു ഖലീലുള്ള എന്ന വചനം. അള്ളാഹുവിൻ്റെ അടിമയായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒരു കൂട്ടുകാരനായി മാറുന്നത്? ലക്ഷക്കണക്കിന് സൃഷ്ടിജാലങ്ങൾ ഈ ലോകത്തുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഏറെ ആദരിച്ചതാണ് മനുഷ്യർ. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ അതിലൊരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു തആല ചങ്ങാതിയായി കൂട്ടുകാരനായി തിരഞ്ഞെടുത്തത്, അതല്ലെങ്കിൽ അതൊരു ആയുസ്സിൻ്റെ വിശേഷണമായിട്ടൊരു സർട്ടിഫിക്കറ്റായി അല്ലാഹു ആ നാമത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഒരു ആയുസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വിശേഷണം എന്തായിരിക്കും? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ, അതെല്ലാം നാം ഏതെല്ലാം മാർഗത്തിലാണ് ചെലവഴിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ പ്രവാചകൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നതിന് മുമ്പ്. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ആരാണ് ചെയ്യുന്നത് അതറിയാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണ് ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം നൽകിയ ആയുസ്, നൽകിയ ജീവിതം, അത് വളരെ മനോഹരമായിട്ട് കർമ്മങ്ങളിലൂടെ മുന്നേറാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊരു വചനം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഷാക്കിറൻ ലി അൻഉമിഹി എന്നാണ്. ഷാക്കിറൻ ലി അൻഉമിഹി എന്ന് പറഞ്ഞാൽ കൂറുള്ള അടിമ എന്നാണ് അർത്ഥം. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, അവന് എൻ്റെ കൂടെ എത്ര കാലം ജോലി ചെയ്താലും അവന് കൂറുള്ളവനായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇതേ അർത്ഥത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു നൽകിയത് ഷാക്കിറൻ ലി അൻഉമിഹി. അദ്ദേഹം നന്ദിയുള്ള ഒരു അടിമയാണ് എന്നാണ് പറഞ്ഞത്. നമ്മളെ അപേക്ഷിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വലിയ അനുഗ്രഹങ്ങളൊന്നും ലഭിച്ചിട്ടില്ല, നല്ല ഒരു പിതാവിന് ലഭിച്ചിട്ടില്ല. ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വാപ്പയും ഉമ്മയും നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത് ലഭിക്കാത്ത മനുഷ്യനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. വാപ്പയെ, നല്ലൊരു വാപ്പയുടെ സ്നേഹമോ ലാളനമോ ഒന്നും കിട്ടിയിട്ടില്ല. കുടുംബമില്ല, സമൂഹമില്ല, നല്ല ഒരു ഭരണാധികാരിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ ആശങ്കയിലാണ് പല വിഷയത്തെക്കുറിച്ചും, നമ്മുടെ രാജ്യത്തിൻ്റെ ചില വിഷയത്തെക്കുറിച്ച്. എന്നാൽ ഇതുപോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലഭിച്ചില്ല, നല്ലൊരു ഭരണാധികാരി ലഭിച്ചില്ല. പ്രബോധന ദൗത്യം വളരെ തീക്ഷണമായ ദൗത്യമായിരുന്നു. ഇതെല്ലാം അനുഭവിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ എന്തിനു വേണ്ടിയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇത്? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ മാസം ഒരുപാട് ചരിത്രങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കിതിൽ നിന്ന് കിട്ടേണ്ട ഒരു വലിയ മെസ്സേജുണ്ട്, ഒരു സന്ദേശമുണ്ട്. എന്തിനായിരുന്നു ഈ ത്യാഗം? ഒരു ആദർശം നിലനിർത്താൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഒരു ഭാഗം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ്, അത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിലാണ് നാട്ടിൽ നിന്ന് ആട്ടിയോടിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായത്. ആ ഒരു ആദർശം ജനങ്ങളോട് പറഞ്ഞതിൻ്റെ പേരിലാണ് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എന്തിനാണ്? ഈ ആദർശം ആളുകളോട് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരുപാട് ത്യാഗങ്ങളാണ് ജീവിതത്തിൽ അനുഭവിച്ചേണ്ടി വന്നത് എന്നുള്ളതാണ്. ആദർശത്തോടൊപ്പം പുതിയ കാലഘട്ടത്ത് പുതിയ സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സന്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. തവക്കുലിൻ്റെ ഒരു വലിയ മാതൃകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. തവക്കുലിൻ്റെ ഒരു വലിയ ഭാഗമായിരുന്നു. ഇന്നത്തെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ടെൻഷനുകൾ പോലും അനുഭവിക്കാൻ കഴിയാത്തവരാണ് പുതിയ തലമുറ. അവൻ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയില്ലതിൻ്റെ പേരിൽ ജീവിതം കളയുന്ന ചെറുപ്പക്കാർ വർദ്ധിച്ചു വരുന്ന കാലഘട്ടം. നീറ്റ് എക്സാമിന് വർഷങ്ങളോളം കാത്തിരുന്നിട്ട് അതിൻ്റെ ഫലം നെഗറ്റീവായി വന്നപ്പോഴത്തേക്കും ജീവിതം അവസാനിപ്പിക്കുന്ന പുതിയ തലമുറ. കച്ചവട മേഖലകളിൽ നഷ്ടത്തിൻ്റെ കണക്കുകളുടെ വിവരങ്ങൾ കേൾക്കുമ്പോൾ
ജീവിതത്തിൻ്റെ ബാലൻസ് തെറ്റിപ്പോകുന്ന ആളുകൾ, ഇങ്ങനെ പലതരത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ നിസ്സഹമായി നിൽക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. വർദ്ധിച്ചു വരികയാണ് ടെൻഷനുകൾ. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ മാതൃകയായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. 70 വയസ്സ് കഴിഞ്ഞ മകൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്ന സമയത്ത് പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കൈയൊന്ന് വറച്ചില്ല. എന്താണ് അതിന് കാരണമായിട്ടുള്ളത്? അസാദൃശ്യമായ ഈമാനായിരുന്നു അതിനുള്ള കാരണം. അസാധാരണമായ സത്യവിശ്വാസമായിരുന്നു അതിന് കാരണം. ഈ തലങ്ങളിലേക്കാണ് നമ്മുടെ അടുക്കലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വരേണ്ടത് എന്നുള്ളതാണ്. അള്ളാഹുവിലുള്ള തവക്കുൽ ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയണമെന്നുള്ളതാണ്. ഈ തവക്കുൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ കാലഘട്ടത്തിൽ നമുക്കിടയിൽ. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മാതൃകയായി മാറുന്നത് എന്നുള്ളതാണ്. ആ തവക്കുലിൻ്റെ വലിയ അധ്യാപനങ്ങളായിരുന്നു പല പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടൽ രണ്ടാവുക എന്നത് സംഭവിക്കാത്ത ഒന്നാണ്, പ്രകൃതി നിയമമല്ല. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. കടലിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ചോദിക്കുന്നത്, മൂസ നമ്മൾ കുടുങ്ങിയല്ലോ എന്നുള്ളത്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കടലിനെ പിളർത്തി ഒരു വഴിയായി കാണിച്ചു കൊടുക്കുന്നത്. എന്തായിരുന്നു അതിന് പിന്നിൽ? അള്ളാഹുവിലുള്ള വിശ്വാസമായിരുന്നു. എവിടെയും കൈവിടാത്തൊരു നാഥൻ കൂടെയുണ്ട് എന്ന തൗഹീദിൻ്റെ വലിയ ആശയമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മറ്റു പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. തിമീങ്കലം വിഴുങ്ങിയ ഒരാളെ അതേ തിമീങ്കലം തന്നെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. 3 ഇരുട്ടുകളിലൂടെയായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. രാത്രിയുടെയും കടലിൻ്റെയും തിമീങ്കലത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിലെയും 3 ഇരുട്ടുകളിലുള്ളിൽ. അവിടെ അല്ലാഹുവോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. വനാഥാ ഫിളുലുമാത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക്. ഇരുട്ടിൽ നിന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കണം, നീ അല്ലാതെ ആരാധ്യനില്ല, നീ എത്ര പരിശുദ്ധനാണ് എന്നാണ് ചോദിക്കുന്നത്. പിന്നെന്താണ് സംഭവിച്ചത്? വനജ്ജൈനാഹു, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി എന്ന് അള്ളാഹു പറയുന്നത്. കദാലിക നുൻജിൽ മുഹ്സിനീൻ, നല്ല മനുഷ്യരെ അള്ളാഹു ഇങ്ങനെ രക്ഷപ്പെടുത്തും എന്ന് ഒരു മാതൃകയായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 3 പ്രവാചകന്മാരുടെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അസാധാരണമായ തവക്കുലാണ് നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു രക്ഷപ്പെടുത്തും, അള്ളാഹു ഒരു നല്ല വഴി കാണിച്ചു തരും, അള്ളാഹുവുള്ള വിശ്വാസം കൊണ്ട് ജീവിതത്തെ മനോഹരമാക്കാൻ കഴിയുമെന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ധാരാളം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലുണ്ട്, ധാരാളം പ്രാർത്ഥനകൾ. അതെല്ലാം നമ്മൾ ഇന്നൊരു നോട്ട് പുസ്തകത്തിലോ ഒരു പേപ്പറിലോ നമ്മൾ എഴുതി വെച്ചാൽ അതിലേതെങ്കിലും ഒരു പ്രാർത്ഥന നമുക്ക് ഉപകാരപ്പെടുന്ന പ്രാർത്ഥനയായിരിക്കും. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശുഅറായിലെ വളരെ ഹൃദയത്തെ തട്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. വജഅലനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. എന്താ അതിൻ്റെ അർത്ഥമെന്നോ? അള്ളാഹുവേ, വരാനിരിക്കുന്ന ആളുകൾക്ക് നീ എന്നെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കണേ എന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത്. ഞാൻ മരിച്ചു പോയാലും എൻ്റെ കുടുംബം ആളുകൾക്കിടയിൽ വഷളാക്കാത്തൊരു കുടുംബമാക്കണം, എൻ്റെ മക്കൾ ഒരു ആളുകൾക്കിടയിൽ വഷളായി പോകുന്നൊരവസ്ഥ ഉണ്ടാക്കി നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ നമ്മളിങ്ങനെ എഴുതി നോക്കിയാൽ ഇന്ന് അതിൽ നമുക്കൊരു ഉപകാരം കിട്ടുന്നൊരു പ്രാർത്ഥനയായിരിക്കും ഉണ്ടായിരിക്കുക. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരുന്നു, അള്ളാഹുവേ, വരാനിരിക്കുന്ന തലമുറക്ക് എന്നെക്കുറിച്ച് നല്ലത് ഓർമ്മപ്പെടുത്തണേ എന്നുള്ളത്. 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് നമ്മൾ ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആരെല്ലാമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത്? മുസ്ലിങ്ങൾ മാത്രമാണോ? ക്രിസ്ത്യാനികൾ മാത്രമാണോ? ജൂതന്മാർ? ആരെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്? നല്ല ഓർമ്മകൾ ബാക്കി വെച്ച ജീവിതമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം എന്നുള്ളത്. ഒരു ചെറിയ ആയുസ് കൊണ്ട് ഇത്രയും മാത്രം അറിയപ്പെടുന്ന ഒരു ഇതിഹാസത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ മാറിയത് എന്തുകൊണ്ടാണ്? നമ്മളോടാണ് അദ്ദേഹത്തിൻ്റെ മില്ലത്ത് സ്വീകരിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. വമൻ യർഅബു അൻ മില്ലത്ത് ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സ. സ്വയം വിഡ്ഢിയായവനല്ലാതെ ആരാണ് ഇബ്രാഹിമിൻ്റെ മാർഗത്തെ വെറുക്കുക എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. കാരണം അത്രയും പരിശുദ്ധമായിരുന്ന ജീവിതമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ നമുക്ക് ബാക്കി വെച്ച് പോയത്.
അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുന്നിടത്തുള്ള ഒരു പ്രയോഗമുണ്ട്. ഇത് ഖാല ലഹു റബ്ബുഹു, അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ റബ്ബ് എന്തെല്ലാമാണോ പറഞ്ഞത് അത് മുഴുവൻ സെക്കൻഡുകൾ കൊണ്ട് നിർവഹിച്ച ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞൊരു വചനം അസ്ലിം എന്നൊരു വചനമാണ്, നീ മുസ്ലിം ആവണം എന്നുള്ളത്. അതിന് അദ്ദേഹം തിരിച്ചു കൊടുത്ത മറുപടി എന്താണോ, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ ലോകരക്ഷിതാവായ അള്ളാഹുവിന് മുന്നിൽ ഞാൻ കീയൊതുങ്ങി ജീവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. മുസ്ലിമാവുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്താണ് പ്രിയപ്പെട്ടവരെ മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ? ഒരു ജാതി മതത്തിലേക്കുള്ള പ്രവേശനമല്ല മുസ്ലിം എന്നുള്ളത്, അതൊരു ജീവിത രീതിയിലേക്കുള്ള പ്രവേശനമാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മുസ്ലിം എന്നുള്ളൊരു വാക്ക് പറയാൻ വളരെ എളുപ്പമുള്ളൊരു വാക്കുമാണ്. ഷഹാദത്ത് എന്നുള്ളത് ചൊല്ലാൻ വളരെ എളുപ്പമുള്ള ഒന്നാണ്. പക്ഷേ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കാണിച്ചു കൊടുത്തത്. അവിടെയായിരുന്നു തവക്കുൽ വന്നത്, അവിടെയാണ് ആദർശത്തെ നെഞ്ചേറ്റ് ജീവിച്ചത്. ഇങ്ങനെ ആയിരിക്കണം ഒരു മുസ്ലിം എന്നുള്ളതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഷഹാദത്ത് ചൊല്ലിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളിലും ആ ഷഹാദത്ത് രൂഢമൂലമായിരിക്കേണ്ടതുണ്ട്. മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ അതൊരു ജാതി മതത്തിലേക്കുള്ള പ്രവേശനത്തിനപ്പുറത്തേക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആ മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്താൻ അവനക്ക് കഴിയണം. അങ്ങനെ ആവുമ്പോൾ അവന് പലിശയിലേക്ക് അവൻ അടുക്കുകയില്ല, ഹറാമുകളിലേക്ക് അവൻ അടുക്കുകയില്ല. കാരണം അവൻ്റെ ജീവിത രീതി അതിനോട് നോ പറയുന്നതാണ്. തിന്മകളിലേക്ക് അവൻ അടുക്കില്ല, കാരണം തിന്മ അവൻ്റെ ജീവിതത്തിൽ നോ പറയുന്ന ഒന്നാണ്. ലഹരിയോട് അവൻ അടുക്കില്ല, കാരണം ജീവിതത്തിൻ്റെ അള്ളാഹ് എന്ന ലഹരിയേക്കാൾ വേറൊരു ലഹരി അവൻ്റെ ജീവിതത്തിലില്ല. അതാണ് പറഞ്ഞത്, മുസ്ലിം എന്നുള്ളത് ഒരു ജാതി മതത്തിലേക്കുള്ള പ്രവേശത്തിന് അപ്പുറത്തേക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ നേർക്ക് നേരെ അള്ളാഹുവിനെ കാണുന്നതിലൂടെയാണ് ഒരാൾ മുസ്ലിം ആവാൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ നൽകിയോ അത് അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം എന്നുള്ളതിൻ്റെ അർത്ഥം. എന്താണ് നമുക്ക് അള്ളാഹു നൽകിയത്? അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം നമുക്ക് ബാക്കി വെച്ച് പോയത്. എന്താണോ നൽകിയത് അത് മുഴുവൻ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു. മക്കൾ, ആയുസ്, സമയം, ഇതെല്ലാം റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹു പരീക്ഷിച്ചത്. വർഷങ്ങളായിട്ട് മകനില്ലാഞ്ഞിട്ട് മകനെ കൊടുത്തപ്പോൾ അള്ളാഹു പറയുന്നത്, ഇബ്രാഹിം നീ അതിനെ താലോലിക്കാൻ നിൽക്കണ്ട എന്നാണ് പറയുന്നത്. ഇറാഖിൽ നിന്ന് മക്കയിലേക്കുള്ള സഞ്ചാരമാണ്. എങ്ങനെയാണ് ഹാജറ ചരിത്രത്തിൽ ഇടം നേടിയത്? എങ്ങനെയാണ് സഫാ മർവ അള്ളാഹുവിൻ്റെ അടയാളമായി മാറിയതെന്താണ്? ഇതെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു എന്നുള്ളതാണ്. മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തിയെന്ന് ആ ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മളോട് ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ് ഖുർആൻ. ഇസ്ലാം ആദ്യ പ്രസവത്തിൻ്റെ ആദിയും ആദ്യ പ്രസവത്തിൻ്റെ വല്ലാത്ത ത്യാഗവുമാണ് ഹാജറക്കുണ്ടായത്. പക്ഷേ ഇതെല്ലാം ബാക്കി വെച്ച് മക്കയിലേക്ക് ആരാരുമില്ലാത്ത പ്രദേശത്ത് കൊണ്ടുപോയിട്ട് തിരിച്ചു പോരുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ. ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ എന്നുള്ളത്. അതെ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, എന്നാൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന് കൊടുക്കാതെ ഒരാൾ മുസ്ലിം ആവാൻ ഒരാൾക്ക് സാധ്യമല്ല. ഏറ്റവും പ്രിയപ്പെട്ടത്, അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വചനമാണത്. ഏറ്റവും പ്രിയപ്പെട്ടത് നമുക്കെന്താണോ അത് അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അത് ചില ആളുകൾക്ക് ധനമായിരിക്കും, ചില ആളുകൾക്ക് സമയമായിരിക്കും, ചില ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഒഴിവ് സമയങ്ങളായിരിക്കും. ഇതൊക്കെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് നൽകണം, നമുക്ക് കഴിയേണ്ടതുണ്ട്. അതല്ലേ പ്രിയപ്പെട്ടവരെ ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിലേക്ക് സമർപ്പിക്കാത്തവരാരും ഇബ്രാഹിമിൻ്റെ മില്ലത്ത് സ്വീകരിക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. ആ സമർപ്പണത്തിൻ്റെ വലിയ ഭാഗമാണ് ഹജ്ജ്. ഹജ്ജിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഹജ്ജ് നൽകുന്ന പാഠം നോക്കൂ നിങ്ങൾ. ആ സമർപ്പണത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ് ഹജ്ജിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നടക്കുന്നു, ചിലപ്പോൾ ഓടുന്നു, ചിലപ്പോൾ കല്ലെറിയുന്നു, ചിലത് ഇവിടെ താമസിക്കേണ്ട മറ്റൊരിടത്ത് പോയി താമസിച്ചാൽ മതി. എന്താണ് ഇതെല്ലാം നമ്മളോട് പറയുന്നത്? എന്താണ്?
അള്ളാഹുവിന് അനുസരണയുള്ളവനായി മാറണമെന്ന ഹജ്ജ് പഠിപ്പിക്കുന്നത്. ഈ അനുസരണയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഈ അനുസരണ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അവന് സുബഹിയുടെ ജമാഅത്ത് അവന് നഷ്ടപ്പെടുത്താൻ കഴിയില്ല, അവന് പലിശക്ക് അവനെ എടുക്കാൻ കഴിയില്ല, ലോട്ടറിയുടെ അടുത്തേക്ക് അവന് അടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഇതെല്ലാം അവൻ്റെ ജീവിതത്തിൽ നോ പറഞ്ഞ ഒരു കാര്യമാണ്. ഇതാണ് ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടത് റബ്ബിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഈ സമർപ്പണത്തിൻ്റെ ഭാഗമാവുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റവും നല്ല മനുഷ്യനായി മാറിയത്, ഏറ്റവും അള്ളാഹുവിലേക്ക് അടുത്തൊരു മനുഷ്യനായത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരിക്കൽ ഒരു അടിമയെ ഞാൻ ചന്തയിൽ നിന്ന് വാങ്ങി വന്നു. അടിമയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ അടിമയോട് ഞാൻ ചോദിച്ചു, എന്താണ് താങ്കൾക്ക് ഭക്ഷണം വേണ്ടത് എന്ന്. ആ അടിമ പറഞ്ഞു, എനിക്ക് പ്രത്യേകം ഭക്ഷണമൊന്നുമില്ല, താങ്കൾ എന്ത് ഭക്ഷണം നൽകിയോ അത് ഞാൻ കഴിക്കും. താങ്കളുടെ പേരെന്താണ്? എനിക്ക് പേരില്ല, താങ്കൾ എന്ത് പേര് വിളിക്കുന്നുവോ അത് ഞാൻ കേൾക്കും. അദ്ദേഹം ഇങ്ങനെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഇങ്ങനെ ആലോചിച്ചു പോലും, ഒരു അടിമയായ മനുഷ്യൻ എത്രത്തോളമാണ് ഒരു യജമാനന് മുന്നിൽ കീഴൊതുങ്ങി ജീവിക്കുന്നത്. എന്നാൽ ഈ ലോകത്തെ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മുന്നിൽ ഞാൻ എത്രത്തോളമാണ് കീഴൊതുങ്ങി ജീവിക്കേണ്ടത് എന്ന് പറയുകയും പിന്നീട് അദ്ദേഹം ഏറ്റവും നല്ലൊരു മനുഷ്യനായി മാറിയെന്ന് ചരിത്രം പറയുന്നുണ്ട്. സൂചിപ്പിച്ചു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹു നൽകിയ സമയം, നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം, നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായിട്ട് നമ്മൾ മാറുകയുള്ളൂ. അതാണ് ശരിക്കും ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്നത്. അനുസരണയാണ് ഹജ്ജ് പഠിപ്പിക്കുന്നത്. ഓടുകയാണ് ചില സ്ഥലത്ത് ഇവിടെ താമസിക്കാതെ മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുകയാണ്. ഇതെല്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് അനുസരണയുള്ള ഒരു മനുഷ്യനായി മാറണം എന്നുള്ളതാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ അനുസരണത്തിൻ്റെ ഭാഗമാവാനും അള്ളാഹു നമുക്ക് നൽകിയ സമയവും ആരോഗ്യവും സമ്പത്തുമെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.